ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. 1 കപ്പ് കടലമാവ്, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാഷ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഒന്നല്ലെങ്കിൽ 2 സവാള, 2 പച്ചമുളക്, ഇത്രയും മാത്രം മതി. ആദ്യം കടലമാവിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മാവ് ശരിക്കും കോട്ടാവില്ല. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങ് ചെറിയ ബോൾസായിട്ട് ഉരുട്ടി കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം പരത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയമിൽ വെച്ചിട്ട് തന്നെ ഓരോന്നായിട്ടെടുത്ത് ഈ ബാറ്ററിലോട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതൊരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ റെസിപ്പി എൻ്റെ ഒരു ഫ്രണ്ട് ഇഫ്താർ തന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്നാക്കായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.